ദൈവത്തിൻ്റെ പ്രവാചകനായ യെഹെസ്കേലിനെ ദൈവം ഒരിക്കൽ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, നീ അറിയുന്നു. ദൈവം പ്രവാചകനോട് പറഞ്ഞു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറയുക. പ്രവാചകൻ ഉണങ്ങിയ അസ്ഥികളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ അസ്ഥിയോടും അതിൻ്റെ മേൽ മാംസവും ഞരമ്പും വന്നു. ദൈവം ആ അസ്ഥികളുടെ മേൽ ജീവശ്വാസം ഊതിയപ്പോൾ അതൊരു വലിയ സൈന്യമായി നിവർന്നു നിന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവഭക്തൻ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നതല്ല വിഷയം. അവൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ അവസ്ഥയോ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയോ രോഗത്തിൻ്റെ അവസ്ഥയോ കടന്നു വരുന്നതല്ല വിഷയം. ഈ രോഗത്തിൻ്റെയും ഈ ഒറ്റപ്പെടലിൻ്റെയും നിന്ദയുടെ അവസ്ഥയിൽ അവന് ദൈവശബ്ദം കേൾപ്പാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ദൈവം പറയുന്നത് പോലെ അനുസരിപ്പാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. യെഹെസ്കേൽ പ്രവാചകൻ നിൽക്കുന്നത് അസ്ഥിയുടെ താഴ്വരയിലാണെങ്കിലും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞു നിൽക്കുവാണെങ്കിലും ദുർഗന്ധം വരുന്ന അവസ്ഥയാണെങ്കിലും ഇനിയും അതിലൊരു മാറ്റവും സംഭവിക്കുകയില്ല, സകലതും അസ്തമിച്ചിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും പ്രവാചകന്റെ ജീവിതത്തിൽ ഒന്നുണ്ടായി. അവന് ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി. അവൻ ദൈവകൽപ്പന അനുസരിക്കുവാൻ ഇടയായി തീർന്നു. ഈ പകൽക്കാലം നമ്മളായിരിക്കുന്ന പ്രതിസന്ധിയിൽ ദൈവം നമ്മളോട് ചോദിക്കും, ഈ പ്രതിസന്ധിയെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? പ്രവാചകനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? നിന്റെ പ്രതികൂലത്തോട് നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് പറയാനുള്ളത്? ദൈവവചനം കേൾപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ദൈവവചനം അനുസരിച്ച് നിൽപ്പാൻ ഈ പ്രതിസന്ധിയിൽ നിനക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ ദൈവം അതിൻ്റെ മേൽ ജീവശ്വാസം ഊതി നിന്റെ മരിച്ച അവസ്ഥകളുടെ മേൽ, നിനക്ക് ജീവനില്ലാത്ത അവസ്ഥയുടെ മേൽ, നിന്റെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയുടെ മേൽ, എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയുടെ മേൽ ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതുമ്പോൾ അതൊരു മഹാസൈന്യമായി മരിച്ച അവസ്ഥകൾക്ക് ജീവൻ വെക്കുവാൻ ഇടയായിത്തീരും. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏത് പ്രതികൂലങ്ങളിലാണോ, ഏത് പ്രതിസന്ധിയിലാണോ, ഏത് കണ്ണുനീരിലാണോ നിൽക്കുന്നതെന്ന് വിഷയമല്ല. ഇതിൻ്റെ നടുവിൽ ദൈവശബ്ദം എനിക്ക് കേൾപ്പാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ദൈവസന്നിധിയെ താഴ്ത്തുക. ദൈവം പറയുന്ന വചനത്തെ അനുസരിക്കുക. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.